ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ സുജു ആണെങ്കിലോ ബലരാമനോട് ആ ആവശ്യം പറയുക കേട്ടോ. കാരണം മാനസയെ തൻ്റെ മരുമകളായിട്ട് വേണം, അതിന് മോൻ സമ്മതിക്കണം. ഇപ്പം ഞാൻ ഒറ്റപ്പെട്ടു. ആൻറ്റിയമ്മയായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ആൻറ്റിയമ്മ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇവിടുന്ന് പിണങ്ങിപ്പോയി. എനിക്കിപ്പോൾ ആരുമില്ല. എൻ്റെ മോൻ എൻ്റെ കൂടെ നിൽക്കണമെന്ന് സുജു ആവശ്യപ്പെടുന്നുണ്ട് കേട്ടോ. മോൻ എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു, ഞാൻ എന്ത് ചോദിച്ചാലും അതെനിക്ക് തരുമെന്നുള്ളത്. കാരണം ആ കൺമണിയുടെ കാര്യത്തിൽ ഞാൻ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ മോൻ പറയുന്ന, അതായത് ഞാൻ പറയുന്ന കാര്യം മോൻ അത് ചെയ്തു തരുമെന്ന് എന്നോട് പറഞ്ഞതല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ബലരാമനാണെങ്കിലോ താൻ തൻ്റെ അമ്മയ്ക്ക് കൊടുത്തിട്ടുള്ള ആ വാക്ക് ആലോചിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ഇനി ഒന്നും പറയാൻ സാധിക്കില്ല. അമ്മയ്ക്ക് കൊടുത്ത വാക്കല്ലേ, അത് പാലിച്ചേ പറ്റുള്ളൂ. എനിക്ക് ഏറ്റവും വലുത് എൻ്റെ അമ്മയാണ്. അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ അത് ചെയ്യും. ഞാൻ മാനസയെ തന്നെ വിവാഹം കഴിച്ചോളാം അമ്മയെന്ന് പറയുന്നു. എനിക്കത് കേട്ടാൽ മതി മോനെ, മോൻ എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. സുജുന് സന്തോഷമാവുന്നുണ്ട്. പക്ഷേ ബലരാമൻ്റെ മുഖത്താണെങ്കിൽ വളരെയധികം വിഷമമാണ്. അമ്മയ്ക്ക് വേണ്ടി താൻ തൻ്റെ ജീവിതം ഇല്ലാണ്ടാക്കുകയാണെന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. പിന്നീട് കരീം സാഹിബിനെയാണ് കേട്ടോ കാണിക്കുന്നത്. കരീം സാഹിബ് ആണെങ്കിലോ വരുണിനെയും കൊണ്ട് അലിഗയിലേക്ക് തന്നെ ചെല്ലുകയാണ് കേട്ടോ. ആ സമയത്ത് ശ്രീദേവി വിളിച്ചിട്ട് മാനസയുടെ വിവരങ്ങളെല്ലാം തന്നെ തുറന്ന് പറയുന്നുണ്ട്. മേഡം, ആകെ പ്രശ്നമായി. ആ വരുണിനെ കൊണ്ട് കരീം സാഹിബ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അവന് ഏകദേശം തല്ലി ചതച്ച മട്ടിലാണ്. ഇനി നമ്മുടെ പേരെല്ലാം തന്നെ വിളിച്ച് പറയും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്കിനി ഇവിടെ നിൽക്കാൻ സാധിക്കുമോ ഇല്ലയെന്നൊന്നും അറിയില്ല. നല്ല പ്രശ്നമാണോ എന്ന് ചോദിക്കുമ്പോൾ ആകെ പ്രശ്നമായി മാഡം, ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോഴത്തേനും മാനസികം ആകെ ടെൻഷനായി നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കൃഷ് എന്തായാലും വരുണിനെ കാണുമ്പോൾ ഓടി വന്ന് അടിക്കാനായിട്ട് നോക്കുന്നു കേട്ടോ. അപ്പോൾ കരീം സാഹിബ് പറയുന്നുണ്ട്, മോനെ നീ അവിടെ നിൽക്ക്, ഇവന് അടിക്കാൻ പറ്റിയ ഒരാൾ ആദ്യം ഇവിടെ ഒരാളും കൂടി ഉണ്ട്, അയാൾ തുടങ്ങി വെക്കട്ടെ, എന്നിട്ട് നമുക്ക് ഓരോരുത്തരായിട്ട് തുടങ്ങാം. ബാക്കി വല്ലതുണ്ടെങ്കിൽ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം എന്ന് പറയുന്നു. കൺമണി മോളെ വിളിക്കുക എന്ന് പറയുന്നു. അത് സത്യമാണ്. കൺമണി ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞ് കൃഷി വിളിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കൺമണി വരുന്നുണ്ട്. ദേഷ്യത്തോടു കൂടി തന്നെയാണ് വരുന്നത്. കഷ്ടപ്പെട്ട് വരച്ച ചിത്രങ്ങളെല്ലാം തന്നെ മോഷ്ടിച്ച് എല്ലാം നശിപ്പിക്കുന്നത് വരുൺ തന്നെയാണ്. ഇപ്പോഴും അതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിനുള്ള മറുപടി തക്കമായി കൊടുക്കണം എന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത് കേട്ടോ. വരുണിനെ തല്ലിക്കോ എന്ന് പറയുന്നുണ്ട് കേട്ടോ കരീം സാഹിബ്. നിങ്ങളെല്ലാവരും എന്നെ തല്ലിക്കോളൂ, പക്ഷേ കൺമണിയെ കൊണ്ട് എന്നെ തല്ലിക്കരുതെന്ന് വരുണ് കാല് പിടിച്ച് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും കൺമണി പറയുന്നുണ്ട്, ഒരുപാട് പ്രാവശ്യം നിന്നെ ഞാൻ വെറുതെ വിട്ടു എല്ലാം കൊണ്ടും, പക്ഷേ നീ എൻ്റെ പുറകെ നടന്ന് വീണ്ടും വീണ്ടും എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കഷ്ടപ്പെട്ട് വരയ്ക്കുന്ന ചിത്രങ്ങളെല്ലാം തന്നെ നീ നശിപ്പിച്ച് കളയാണ്. പക്ഷേ ഇനി ഞാൻ അങ്ങനെ വെറുതെ ഇരിക്കില്ല. ഞാൻ നിനക്ക് തക്ക ശിക്ഷ തരുമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വരുണിനെ അടിക്കുന്നത് കേട്ടോ. അത് അടിക്കുന്ന സമയത്ത് തന്നെയാണ് വരുൺ അയ്യോ എൻ്റെ കൺമണി തല്ലിയേ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ക്രഷും അതുപോലെ തന്നെ എല്ലാവരും കൂടി നല്ലപോലെ അടിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ കൺമണിയുടെ കാല് പിടിക്കുന്നുണ്ട് കേട്ടോ. അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ ഇനി പൊയ്ക്കോളാവേ എന്നൊക്കെ പറയുന്നുണ്ട്. കൺമണി സത്യങ്ങളും വിളിച്ചു പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. കാരണം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ മാത്രമല്ല ചെയ്തിട്ടുള്ളത്, എൻ്റെ കൂടെ മറ്റൊരാളും കൂടി ഉണ്ടെന്ന് പറയുന്നു. ആരാടാ അതെന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ആരോടും പറയുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ആ സത്യം തുറന്നു പറയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതെന്താണെന്ന് ചോദിക്കുമ്പോഴത്തേനും ഇതിനെല്ലാം തന്നെ പുറകിൽ മാനസ തന്നെയാണ്. അവളാണ് ഇതിനെല്ലാം നേതൃത്വം കുറിച്ചത്. കൺമണിക്ക് ആ പ്രോജക്റ്റ് കിട്ടരുത്, അലിക്ക് കിട്ടരുത്, കൺമണി വഴി അത് ഇല്ലായ്മ ചെയ്യണം എന്ന രീതിയിൽ തന്നെയായിരുന്നു മാനസയുടെ ആവശ്യം. അതിൻ്റെ കൂടെ ഞാൻ നിന്നു കൊടുത്തു എന്നേ ഉള്ളൂ. എന്നെ ഉപദ്രവിക്കരുത്, എന്നെ വെറുതെ വിട്ടേക്കെന്ന് പറയുന്നു. നിന്നെ എന്താ ചെയ്യേണ്ടതെന്നറിയോ? അവളൊന്ന് കാണട്ടെ. മാനസയുടെ അങ്ങേയറ്റം പകയോടുകൂടി നിൽക്കുക കേട്ടോ ക്രഷ്. അതിനുശേഷം തന്നെ വരുണ് പറയുന്നുണ്ട്, ഇനി കൺമണിയുടെ മുന്നിൽ വരില്ല, ഞാൻ കൺമണിയുടെ മുന്നിൽ വെച്ച് ഏത്തേടാം, എന്നെ ഒന്നും ചെയ്യരുത്, ഞാനേ ഒരു കല്യാണം കഴിക്കാൻ പോവാണ് കൺമണി. എന്തായാലും കൺമണിയെ തീർച്ചയായും വിളിക്കുന്നുണ്ട്. അതുമാത്രമല്ല എല്ലാവരും വിളിക്കുന്നത്, എല്ലാവരും വരണം എൻ്റെ കല്യാണത്തിന് എന്നൊക്കെ പറയുന്നുണ്ട്. ഇറങ്ങിപ്പോടാവർന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും കരീം സാഹിബ് പറയുന്നത് പോലീസിനെ വിളിക്കുന്നതാക്കാമെന്ന് പറയുമ്പോഴത്തേനും കൺമണി പറയുന്നുണ്ട്, എന്തായാലും വേണ്ട, ഇവനെ ഓർത്തല്ല ഇവൻ്റെ വീട്ടുകാരെ ഓർത്തിട്ടെങ്കിലും നമ്മളൊന്നും ചെയ്യാനായിട്ട് പാടില്ല, ഇവൻ പൊക്കോട്ടെ എന്ന് പറയുന്നു. അതിനുശേഷം പോടാ അവിടെ നിന്ന് പറഞ്ഞിട്ട് ഊതി തള്ളി വിടുന്നു. പക്ഷേ വളരെയധികം പകയോടുകൂടി തന്നെയാട്ടോ വരുണ് നിൽക്കുന്നത്. വരുണ് പറയുന്നുണ്ട്, എന്തായാലും നീ എന്നെ ഇങ്ങനെ ചതിച്ചല്ലേടി, നിന്നെ ഞാൻ കാണിച്ചു തരാം, നിൻ്റെ താലി ഞാൻ പൊട്ടിച്ചെറിയും എന്ന രീതിയിലൊക്കെ പകയോടുകൂടി നിൽക്കട്ടോ വരുണ്. അനീഷ് വീണ്ടും തന്നെ കൃഷും കൺമണിയും കൂടി ചേർന്നിട്ട് എന്തായാലും സാഗറിനെ വിളിച്ച് ഈ വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ പ്രോജക്റ്റ് നമുക്ക് തന്നെ കിട്ടി, അമേസിങ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കൺമണി വരച്ചത്. പക്ഷെ അതിൻ്റെ പുറകിൽ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി.
പക്ഷെ പെട്ടെന്ന് ഒരു ചരിത്രം ഇവിടെ സൃഷ്ടിച്ചു കഴിഞ്ഞു അതോടുകൂടി എന്ന് പറയുന്നു. മോനെ നീ എന്തൊക്കെയാണ് പറയുന്നത്? കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺമണിക്കൊരു ആക്സിഡൻ്റ് ആയി, അതുവഴി അവളുടെ ഡിസൈൻ മോഷ്ടിക്കുകയും ചെയ്തു. അതോടുകൂടി തന്നെ ക്ലയൻസിൻ്റെ മുന്നിൽ ഒന്നുമില്ലാത്ത പോലെ നമ്മൾ നിൽക്കേണ്ടി വന്നു. പക്ഷേ കൺമണിയുടെ മിടുക്ക് കാരണം അരമണിക്കൂറിനുള്ളിൽ അതിനേക്കാൾ ഉപരി വൃത്തിയുള്ള ഒരു ഡിസൈൻ കൺമണി ലൈവായിട്ട് തന്നെ അവിടെ വരച്ചു കൊടുക്കുകയാണ് ചെയ്തത്. നീ എന്തൊക്കെയാണ് പറയുന്നത്? എല്ലാം ഞാൻ പറയാം. അതെ, പിന്നെ ഏട്ടൻ വന്നിട്ടുണ്ട്, ബലരാമനുണ്ടെന്ന്. ആ ഏട്ടനുണ്ടോ? ആ ഇവിടെ അമ്മയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഞങ്ങൾ ഉടനെ അങ്ങോട്ട് വരാമെന്ന് പറയുന്നു കേട്ടോ. ആ എന്നാൽ ശരി, വന്നിട്ട് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു കേട്ടോ. അതിനുശേഷം തന്നെ കൃഷും കൺമണിയോട് സംസാരിക്കുന്നുണ്ട്. നീ കാരണം ഇന്ന് അലിയയ്ക്ക് വലിയൊരു പ്രോജക്റ്റാണ് കിട്ടിയിരിക്കുന്നത്. നിനക്ക് വയ്യാഞ്ഞിട്ട് പോലും നീ ആ റിസ്ക് ഏറ്റെടുത്തില്ലേ? നീ ഇല്ലെങ്കിൽ ഞാനില്ലെങ്കിലും നിനക്ക് ഉയരങ്ങളിലെത്താൻ സാധിക്കും കൺമണി എന്ന് പറയുന്നു. സാർ എന്താ അങ്ങനെയൊക്കെ പറയുന്നത്? സാറാണല്ലോ എൻ്റെ ശക്തി. സാർ ഇല്ലെങ്കിൽ ഞാനില്ല. അതുകൊണ്ട് തന്നെയാണ് സാർ എൻ്റെ കയ്യിൽ പിടിച്ച് നിനക്ക് സാധിക്കുമെന്ന് പറഞ്ഞതോടുകൂടി തന്നെയാണ് എനിക്ക് അത് വരയ്ക്കാൻ സാധിച്ചത്. പിന്നെ സാറില്ലാതെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? സാർ എൻ്റെ കൂടെ എന്നും വേണം എന്ന രീതിയിൽ കൺമണിയും കൃഷ്ണൻ കൂടെയും പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ വീണ്ടും ബലരാമൻ തന്നെ കാണിക്കുന്നത്. സുജി ചോദിക്കുന്നുണ്ട്, മോനെന്താ വേറെ ഒരു വിഷമം പോലെ? അമ്മയ്ക്ക് തന്ന വാക്കാണോ? അങ്ങനെയാണെങ്കിൽ മോൻ മറന്നേക്ക്. മനസ്സിന് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. മോൻ്റെ ഇഷ്ടത്തിനുള്ള ഒരാളെ മോൻ വിവാഹം കഴിച്ചാൽ മതി. അമ്മയ്ക്ക് തന്ന വാക്ക് മറന്നേക്ക്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും മോൻ്റെ ഇഷ്ടത്തിന് ചെയ്താൽ മതി. മോനെ എന്നെ സങ്കടപ്പെടുത്തരുതെന്ന് പറയുന്നു. ഇല്ല അമ്മേ, എൻ്റെ അമ്മയ്ക്കും അച്ഛനും കൊടുത്ത വാക്കിനപ്പുറം ഒന്നും വരില്ല. എനിക്ക് സന്തോഷമുള്ളൂ മാനസ വിവാഹം കഴിക്കുകയാണെങ്കിൽ. മോനെന്നെ സംരക്ഷിക്കുകയാണെന്ന രീതിയിലൊക്കെ പറഞ്ഞ് അങ്ങനെ സുജുവിനെ ചേർത്ത് പിടിക്കുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്നത് സാഗറാണെങ്കിൽ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം സാഗർ വരുമ്പോൾ സുജു പറയുന്നുണ്ട്, സാഗർ നമ്മുടെ മോൻ എന്തായാലും ആ വിവാഹത്തിന് തയ്യാറായി, അതായത് മാനസ വിവാഹം കഴിക്കാൻ തയ്യാറായെന്ന് പറഞ്ഞു. സുജു, നിൻ്റെ മാത്രം തീരുമാനമാണോ ഇവിടെ എടുത്തിരിക്കുന്നത്? ഞാൻ ഒരിക്കലും എൻ്റെ മൂത്ത മകനാണിവൻ. ഇവൻ്റെ ഭാവിയെക്കുറിച്ച് എനിക്ക് നല്ല ചിന്തയുണ്ട്. ഒരു ക്രിമിനലിനെ കൊണ്ട് ഇവൻ വിവാഹം കഴിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയുന്നുണ്ട്. സാഗർ എന്തൊക്കെയാണ് പറയുന്നത്? പിന്നെ അല്ലാതെ ഇന്ന് അലിഗയിൽ അവിടെ നടന്ന കാര്യങ്ങൾ നിനക്ക് വല്ലതും അറിയോ എന്ന് പറയുന്നുണ്ട്. ആ കൺമണിയാണ് എല്ലാത്തിനും നമ്മളെ രക്ഷിച്ചത്, അറിയോ നിനക്കത്? മാത്രമല്ല കൺമണി വരച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈൻ അത് ആ മാനസയാണ് ഇല്ലായ്മ ചെയ്തത്. നമുക്ക് ആ പ്രോജക്റ്റ് കിട്ടുക ചെയ്യരുത്. കൺമണി എല്ലാവരുടെ മുന്നിൽ നാണം കെടണം എന്ന രീതിയിൽ തന്നെയാണ് അവൾ ചെയ്തു വച്ചിരിക്കുന്നത്. ഇപ്പോൾ ദേവ് സാറാണ് എന്നെ വിളിച്ച് കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറഞ്ഞത്. എനിക്കതൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷേ ഒരു ചരിത്രം അവിടെ സൃഷ്ടിച്ചു. കൺമണി ക്ലയൻസിൻ്റെ മുന്നിൽ ലൈവായിട്ട് തന്നെ അരമണിക്കൂർ കൊണ്ട് ആ ചിത്രങ്ങൾ, അതായത് പുതിയൊരു ഡിസൈൻ വരച്ച് അവരെ ഞെട്ടിച്ചു. ആ പ്രോജക്റ്റ് നമുക്ക് തന്നെ തിരിച്ചു പിടിച്ചു തന്നു. ആ കുട്ടീനും ഇവന് എങ്ങനെയാണ് താരതമ്യം ചെയ്യേണ്ടത്? മാനസി ഒരിക്കലും എൻ്റെ മോൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ഞാൻ തയ്യാറല്ല. അമ്മയ്ക്ക് മാത്രമല്ല മക്കളിൽ ഉത്തരവാദിത്വം, അച്ഛനും ഉണ്ട്. അയ്യോ, മോൻ വിഷമിക്കേണ്ട കാര്യമില്ല. അമ്മയും ഞാനും തമ്മിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ മോൻ്റെ ഭാവിയെക്കുറിച്ച് അച്ഛന് നല്ല ഭയമുണ്ട്. മാനസ വേണ്ട നമുക്ക് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സുജു, നിനക്കിതൊന്നും മനസ്സിലായിട്ടില്ല. ആൻറ്റിയമ്മയുടെ കാര്യത്തിലാണെങ്കിൽ ആൻറ്റിയമ്മയെ ഞാൻ വിളിക്കും, എല്ലാവരുടെ മുന്നിൽ കാര്യങ്ങൾ തുറന്ന് പറയിപ്പിക്കും. അഥവാ ആൻറ്റിയമ്മയ്ക്ക് ഇതിലൊന്നും താല്പര്യമില്ലെങ്കിൽ ആൻറ്റിയമ്മ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് ഞാൻ കണക്ക് കൂട്ടില്ല എന്നും പറയുന്നത് തന്നെയാട്ടോ കാണിക്കുന്നത്. അങ്ങനെ വീട്ടിലെത്തുമ്പോഴത്തേനും ജയമോഹൻ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. സാഗർ എല്ലാ കാര്യങ്ങളും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന നല്ലൊരു അടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തിനാ അച്ഛൻ എന്നെ തല്ലിയെന്ന് പറയുന്നുണ്ട്. നീ എന്ത് പണിയാണ് കാണിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ എന്ത് കാണിച്ചു എന്നാണ് പറയുന്നത്? നീ എന്ന് ആ ഡിസൈൻ അങ്ങനെ അവിടേക്ക് കിട്ടരുതെന്ന് പറഞ്ഞിട്ട് നശിപ്പിച്ചല്ലടി. എന്നിട്ടിപ്പോൾ എന്തായി? കൺമണി അതിനേക്കാൾ നല്ലൊരു ഡിസൈൻ വരച്ച് ആ ഒരു പ്രോജക്റ്റ് അവർക്ക് തന്നെ തിരിച്ചു പിടിച്ചു കൊടുത്തു. നിന്നെ ഞാൻ എത്ര വട്ടം തല്ലി നന്നാക്കിയാലും നീ നന്നാവില്ല ഒരിക്കലും, അല്ലേ? അച്ഛൻ എന്തൊക്കെയാണ് പറയുന്നത്? അങ്ങനെ തന്നെയാണ് കൃഷ്ണനെ കിട്ടാൻ വേണ്ടി നീ അവരെ ഒരുപാട് ഉപദ്രവിച്ചു. ഇപ്പം നോക്ക്, അവരുടെ കുടുംബം അടക്കം നീ തകർക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണല്ലേ. സാഗർ വിളിച്ചിട്ട് എന്നോട് എല്ലാ കാര്യം പറഞ്ഞടി എന്ന് പറയുന്നുണ്ട്. ഒന്നും തന്നെ ഇനി പറയാനില്ല കേട്ടോ. അപ്പോൾ കൃഷ്ണൻ പോകണം പോട്ടെ, കൃഷ്ണനേക്കാൾ വലിയ ഒരാളെ തന്നെ എനിക്ക് വിവാഹം കഴിക്കാൻ കിട്ടുമെന്ന് പറയുന്നു. അപ്പോഴത്തേനും അവിടേക്ക് വരുന്നുണ്ട്. കൃഷ്ണനേക്കാൾ വലിയൊരാൾ ഞാൻ തന്നെ എന്ന് പറയുന്നു. ആരടാ നീ? അങ്കിളെ, എന്നെ മനസ്സിലായില്ലേ? മനസ്സ ഒന്ന് പറഞ്ഞു കൊടുക്കുമെന്ന് പറയുന്നു. നീ ആരടാന്ന് ചോദിച്ചിട്ട് വരുണിന് അവിടെ നിന്നും കിട്ടുന്നുണ്ട് കേട്ടോ തല്ല്. അതിനുശേഷം തന്നെ ചവിട്ടി പുറത്താക്കുന്നുണ്ട്. എൻ്റെ മുഖം ഒന്ന് ഓർത്തു വെച്ചോ, ആവശ്യം വരുമെന്ന് പറയുന്നു കേട്ടോ. എന്തായാലും മാനസിയോട് പറയുന്നുണ്ട്, ഞങ്ങളുടെ കൂടെ എത്രയും പെട്ടെന്ന് സാഗറിൻ്റെ വീട്ടിലേക്ക് വന്നോ എന്ന് പറയുന്നു കേട്ടോ. ഞാൻ വരില്ല, നിന്നെ കൊണ്ടുപോകാൻ എനിക്കറിയാമെന്ന് പറയുന്നു. അതിനുശേഷം തന്നെ അലിക്കയിൽ കാണിക്കുന്നുണ്ട് കരീം സാഹിബ് തിരിച്ച് വീട്ടിലേക്ക് തന്നെ മടങ്ങാനായിട്ട് തീരുമാനിക്കുന്നു കേട്ടോ. പറയുന്നുണ്ട്, ഇത്തവണത്തെ ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞു, ഞാൻ തിരിച്ചു പോട്ടെ. പിന്നെ ഡിസൈനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇവിടെ ഒരു അരമണിക്കൂർ കൊണ്ട് അതിഗംഭീരമായൊരു ഡിസൈൻ വരച്ചു. എല്ലാവരും അമ്പരിപ്പിച്ച കൺമണി മോൾക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ. ഇത് പടച്ചവൻ്റെ കൈയാണ് മോനെ, അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ വരയ്ക്കാനൊക്കെ സാധിക്കുന്നതെന്ന് പറയുന്നു.
ഞാൻ ദൈവത്തെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കരീം സാഹിബിലൂടെ എന്നെ ഒരുപാട് പ്രതീക്ഷകളിൽ നിന്ന് എന്നെ രക്ഷിച്ച ഒരാളാണ് കരീം സാഹിബ്. എല്ലാം കൊണ്ടും ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു എന്ന് പറയുന്നു. എന്നോട് നന്ദി പറയേണ്ട, ദൈവത്തോട് പറഞ്ഞാൽ മതി. ഇനി കരീം സാഹിബ് വരുന്നത് നിങ്ങളുടെ നിക്കാഹിനായിരിക്കും എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാ കാര്യത്തിനും ഒരു നല്ല രീതിയിൽ തന്നെ പരിസമാപ്തി കിട്ടിയിട്ടുണ്ട്. ഇത്രയും കാണിച്ചുകൊണ്ട് എപ്പിസോഡ് കഴിയുന്നത് കേട്ടോ.